ലീല ചേച്ചി കല്യാണിന്റെ ഭാഗമായിട്ട് 4 വർഷം പൂർത്തിയായിരിക്കുന്നു. ആൻഡ് ആളുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെറും വെളിച്ചെണ്ണയായിട്ട് പറഞ്ഞു വിടാൻ പറ്റില്ല. ബിക്കോസ് അത് ലബോറിയസ് ആയിട്ടൊരു വെളിച്ചെണ്ണയാണിത്. എന്തെന്ന് വെച്ചാല് എന്റെ മക്കൾക്ക് എന്റെ അമ്മ ഉപയോഗിച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ലീല ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ്, അതും എനിക്കറിയാം ഒറ്റയാൾ പട്ടാളം ആണെന്ന്, അപ്പൊ ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിച്ച കാരണം എന്താണ്? അത് മോൻ ചുമ്മാ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഇത്രയും നാളികേരം ചെരുകി ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല അമ്മ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തൊരു പെണ്ണിനെ വിളിച്ച്, അപ്പൊ പെണ്ണ് വന്ന് ഇങ്ങനെ 10 നാളികേരായിട്ട് ചെരുകി വേവിച്ച് തന്നു. അപ്പൊ ആ വെളിച്ചെണ്ണ ഏതോ ഒരു കടയിൽ അവൻ കൊടുത്തപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ ചുമ്മാ എനിക്കും തോന്നി എന്നാന്ന് വെറുതെ ചെയ്താലോ എന്ന് തോന്നി ഞാൻ അങ്ങനെ ചെയ്തു. പരം പവിത്ര, ആ പേരിൽ തന്നെ ഒരു പവിത്രതയുണ്ട്. അപ്പൊ ആ പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? മോൻ തന്നെയാണ്. ഈ 9 വർഷത്തില് ആദ്യം ഇറക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ അതിപ്പം എല്ലാവരുടെയും സ്ഥലത്ത് ഉള്ളതല്ലേ എന്നൊരു ഫീൽ ആയിരിക്കും എല്ലാവർക്കും കിട്ടുന്നത്, സ്പെഷ്യലി മലയാളികൾക്കും കേരളത്തിലുള്ള ആളുകൾക്കും. ആ ഒരു ഫീല് മാറ്റിയിട്ട് ഇത് സാധാരണ വെളിച്ചെണ്ണ അല്ല എന്നും ഇതിന്റെ പ്രത്യേക സവിശേഷ ഗുണങ്ങൾ വേറെയാണ് എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുത്തത്? നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാര് പറയാ, ഒരു കൊച്ചു പ്രസവിച്ചു കഴിഞ്ഞാൽ 28 ദിവസമെങ്കിലും അത് കുളിപ്പിക്കണം എന്നാണ് തേച്ച്. അതേപോലെ എനിക്കുണ്ടായിരുന്നു സ്കിന്നിന് പ്രോബ്ലം, വെയിൽ കൊണ്ട് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞതാവും. ഇപ്പൊ ഈ വെളിച്ചെണ്ണ നമ്മളെപ്പോഴും നമ്മുടെ മേല് തേക്കലും കുളിപ്പിക്കലൊക്കെ നമ്മൾ തന്നെയല്ലേ, ആ ഒരു ഇത് പോയി. ഇങ്ങനത്തെ ഒരു ബിസിനസ് ചേച്ചി ഒന്ന് ആലോചിക്കുമ്പോഴേക്കും അതൊന്ന് റണ്ണിങ് ആയ ശേഷം ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ആരാണ് തന്നിരിക്കുന്നത്? മാം എനിക്ക് ഏറ്റവും അധികം തന്നത്. അതുപോലെ മാം ആണ് പറഞ്ഞത് എന്നോട് ഒരു സ്റ്റാൻഡ് വെച്ച് ചെയ്യ്, അപ്പോഴാണ് നമുക്ക് അതിനൊരു പ്രത്യേകത കിട്ടുള്ളൂ. ചേച്ചിയുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു? എനിക്കിഷ്ട ഒരു ബിസിനസ് തുടങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് വന്നത്, മാമിനൊക്കെ കണ്ടത് ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക്, ആരും എനിക്ക് കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടാളായിട്ടാണ്. അതെ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 30 വർഷമായി. അപ്പൊ നമ്മളാരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ നമ്മളുടെ ആവശ്യങ്ങൾക്ക്. അതെനിക്ക് അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സാധിക്കാൻ പറ്റില്ല എന്ന് ആരെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോ we can take this as an example. അല്ല, തീർച്ചയായിട്ടും എല്ലാരും പറയുന്നത് എന്താണ്, ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നേരത്തെ തുടങ്ങണം, ചെറുപ്രായത്തിലേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ, അതൊന്നും ഒരു കാര്യമല്ല എന്നാണ് ഇപ്പൊ ചേച്ചിയുടെ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഒരു ഭാഗമായിട്ട് തന്നെ 4 വർഷമായി. ഈ 4 വർഷത്തിൽ ഹൗ ഡിഡ് വി ഗ്രോ? നമ്മൾ എങ്ങനെയാണ് വളർച്ചയുണ്ടായെന്ന് തോന്നുന്നു ചേച്ചിക്ക്? കല്യാണി വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാമിന്റെ ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള കടകളിലും ഒക്കെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാനും ഒരു കോൺഫിഡൻസ് ഉണ്ട്. മറ്റേത് അതില്ല. നമ്മൾക്കൊരു വരുമാനം ഉണ്ടാകുമ്പോഴാണ് നമുക്കത് തോന്നുക, അല്ലെ? ഇപ്പൊ അതെനിക്കുണ്ട്. എന്തായാലും ചേച്ചി വളരെ സന്തോഷം. ഇങ്ങനെ നമുക്ക് കല്യാണമായിട്ട് 4 വർഷത്തെ ഒരു അസോസിയേഷനും ഉണ്ട്. അതുപോലെ വിമൻസ് ഡേക്ക് ഞങ്ങൾക്ക് ഈ പെൺ കരുത്തുക്കളുടെ കഥയാണ് കേൾക്കാനുള്ളത്. അപ്പൊ വളരെ സന്തോഷം ഞങ്ങളുടെ കൂടെ ഭാഗമായതിന്. താങ്ക് യു. Happy Women's Day.